OT and AT, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ ആൻഡ് അനസ്തീഷ്യ ടെക്നീഷ്യൻ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലേ ഓപ്പറേഷൻ തിയേറ്ററായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതാണ്ടൊക്കെ പരിപാടിയാണുള്ളത്. പക്ഷെ എന്താണ് ഇവർ ആക്ച്വലി അതിൽ ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു മൈനർ ആവട്ടെ അല്ലെങ്കിൽ മേജർ ആവട്ടെ, മിക്കവാറും എല്ലാ സർജറിക്കും നമ്മൾ എന്ത് ചെയ്യും? അനസ്തീഷ്യ കൊടുക്കേണ്ടി വരും അല്ലേ? അനസ്തീഷ്യ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പറയും എന്താ, ബോധം കെടുത്തുക എന്ന് പറയും. നമുക്കറിയാം, ഒരു സർജറിയുടെ മുന്നേ അതിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഒരാളെ പാർഷ്യലിയോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലിയോ അനസ്തീഷ്യ ചെയ്യുന്നത് ഒരു അനസ്തീഷ്യോളജിസ്റ്റ് ആണ്. പക്ഷേ ഇദ്ദേഹം ഈ അനസ്തീഷ്യ കൊടുക്കുന്നതിന് മുമ്പ് അതിൻ്റെതായ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. എന്താ? അതിന്റെ മെഷീനറീസ് റെഡിയാക്കണം, അതിന്റെ മെഡിസിൻസ് കറക്റ്റായി എടുത്തു വെക്കണം. ഇത്തരത്തിൽ ഒരു അനസ്തീഷ്യോളജിസ്റ്റിനെ അസിസ്റ്റ് ചെയ്യാന്നുള്ള കർമ്മമാണ് പ്രധാനമായിട്ടും ഒരു അനസ്തീഷ്യ ടെക്നീഷ്യൻ ചെയ്യുന്നത്. ഇത് കൂടാതെ സർജറിയുടെ സ്റ്റാർട്ടിങ്, അതായത് അനസ്തീഷ്യ കൊടുക്കുന്നത് മുതൽ ഈ പേഷ്യന്റ് സർജറി കഴിഞ്ഞ് വൈക്കപ്പ് ആകുന്നവരെയുള്ള ആ ഒരു ഡ്യൂറേഷനിൽ ഇയാളെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതും കൂടി ഈ അനസ്തീഷ്യ ടെക്നീഷ്യന്റെ ജോബാണ്. എന്നാൽ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യന്റെ ജോബ് വരുന്നത് ഒരു സർജറിക്ക് മുന്നേ, പേഷ്യന്റ് സർജറി ടേബിളിൽ എത്തുന്നതിന് മുന്നേ ഒരുപാട് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. മെഡിസിൻസ് എടുത്തു വെക്കാനുണ്ടാവും, അതുപോലെ സർജറിയുമായി ബന്ധപ്പെട്ട മിഷനറീസ് കൃത്യമായി അറേഞ്ച് ചെയ്യാനുണ്ടാവും. ഇതൊക്കെയാണ് ഒരു OT ടെക്നീഷ്യൻ ആക്ച്വലി ചെയ്യുന്നത്. നേരിട്ട് ഒരിക്കലും ഇയാൾ സർജറിയിൽ പങ്കെടുക്കുന്നില്ല. പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് സർജറിക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് പ്രൊസീജിയേഴ്സും അതിന്റെ മറ്റു കാര്യങ്ങളും, അല്ലെങ്കിൽ ആ സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യന്റിനെ കെയർ ചെയ്യുന്ന ഒരു ഭാഗവും ഹാൻഡിൽ ചെയ്യുന്നത് ഈ OT ടെക്നീഷ്യനാണ്.